ഇന്ന് ഞായറാഴ്ച. പുതിയ ദിവസം, പുതിയ പ്രതീക്ഷകൾ. ദേവാലയത്തിൽ നിന്നും യാത്ര തുടങ്ങി. പ്രാർത്ഥനയ്ക്ക് ശേഷം ഇനി നേരെ ലാൽബാഗിലേക്ക്. പ്രവേശന കവാടം അതിമനോഹരമായി തന്നെ അലങ്കരിച്ചിരിക്കുന്നു. ഒരു ഗാർഡൻ മാത്രമല്ല, പ്രകൃതിയുടെ ഒരു ജീവനുള്ള മ്യൂസിയം പോലെയാണ് ഇവിടം. 1960-ൽ ഹൈദരലി ആരംഭിച്ച ഈ ഉദ്യാനം പിന്നീട് ടിപ്പു സുൽത്താൻ വികസിപ്പിച്ചതാണ്. 240 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വിശാല ഭൂമിയിൽ ഓരോ കാഴ്ചയും മനസ്സിനെ ആകർഷിക്കുന്നു. പച്ചപ്പ് നിറഞ്ഞ ലോണുകൾ, തണ്ണീർ തുളുമ്പുന്ന പുൽച്ചെടികൾ, തണുത്ത കാറ്റ്, ഇതൊക്കെ കൂടി ഇവിടെ ഒരു സ്വർഗീയ അനുഭവം ഉണ്ടാക്കുന്നു. ഇതാണ് പ്രസിദ്ധമായ ഗ്ലാസ് ഹൗസ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ലണ്ടനിലെ ക്രിസ്റ്റൽ പാലസിനെ ആദരിച്ച് നിർമ്മിച്ചതാണ് ഇത്. ഇവിടെയാണ് പ്രസിദ്ധമായ ഫ്ലവർ ഷോ നടക്കുന്നത്. പൂക്കൾ കൊണ്ടുള്ള കലാകൃതികൾ ഇവിടെ കാണാം. വിവിധ നിറങ്ങളിലുള്ള റോസസ്, ഓർക്കിഡ്സ്, ലില്ലീസ് എല്ലാം ഇവിടെയുണ്ട്. ഇതുപോലെയുള്ള കാഴ്ചകൾ നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ വെറും പൂക്കൾ മാത്രമല്ല, പ്രശസ്ത വ്യക്തികളുടെ മോഡലുകൾ, പൂക്കൾ കൊണ്ട് നിർമ്മിച്ച വലിയ സ്മാരകങ്ങൾ, മൃഗങ്ങളുടെ ആകൃതികൾ എല്ലാം നമുക്ക് കാണാം. പ്രകൃതിയെ ഇങ്ങനെ അടുത്തറിയാൻ പറ്റുന്നത് വളരെ അപൂർവമാണ്. അതിമനോഹരമായ വാട്ടർ ഫൗണ്ടൈൻ, വൃക്ഷങ്ങൾ, ഇടവഴികൾ. ഇവിടെയുള്ള പല വൃക്ഷങ്ങളും 100 വർഷത്തിന് മുകളിൽ പ്രായമുള്ള ചരിത്ര സാക്ഷികളാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു ഉദ്യാനം മാത്രമല്ല, ഇത് പ്രകൃതിയുടെ ആഘോഷം, ചരിത്രത്തിന്റെ കഥ. അങ്ങനെ ഒരു ഞായറാഴ്ച ഇങ്ങനെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞു. ഇനി നമുക്ക് തിരികെ മടങ്ങാം.